ഹലോ നമസ്കാരം. എല്ലാവർക്കും ആത്മാ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്ലാസ്സാണ്. നമ്മൾ പ്രധാനമായും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. PSC പരീക്ഷകൾക്ക് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു ഏരിയയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലാവധിയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച്, എന്തൊക്കെയാണ് നടന്നതെന്നതിനെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെയുള്ള ഭരണഘടനാ നിർമ്മാണ സഭകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മളുടെ പഠനം മിക്കവാറും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യാറ്. ഈ അടുത്ത കാലത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കാണുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനുശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ഗാന്ധിവധം. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നു. ന്യൂഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു അദ്ദേഹം ഗാന്ധിജിയെ വെടിവെച്ചത്. ഇതിനുശേഷമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചുമതലയേറ്റു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരുന്നു. ഇത് നിലവിൽ വന്നത് ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 ഈ തീയതികളും വാർത്തയുമൊക്കെ ശ്രദ്ധിക്കണം. അടുത്തത് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 മാർച്ചിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ആദ്യ ഏഷ്യൻ ഗെയിംസ് 1951 മാർച്ചിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. 57 മത്സര ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. 11 രാജ്യങ്ങളിൽ നിന്നായി 489 കായിക താരങ്ങൾ അതിൽ പങ്കെടുത്തു. 1951 തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി. 1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്. ഈ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരു നിയമം കൊണ്ടുവരികയും ചെയ്തു. ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി 1951. 1951 തന്നെയാണ് പഞ്ചവത്സര പദ്ധതികളുടെ ആരംഭം ഉണ്ടായത്. സോവിയറ്റ് യൂണിയൻ മാതൃകയിലായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയത്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് വളരെയധികം പ്രാധാന്യം ഉള്ള കാര്യങ്ങളാണ് 12 പഞ്ചവത്സര പദ്ധതികളുണ്ടായത്. അതിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1951. ഇതേ 1951 തന്നെയാണ് റെയിൽവേ ദേശസാൽക്കരിച്ചത്. രാജ്യത്തെ റെയിൽവേ ശൃംഖല ദേശസാൽക്കരിച്ച വർഷമാണ് 1951. 1951-52 കാലഘട്ടത്തിലാണ് ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. 1951 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെയായിരുന്നു ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഹിമാചൽ പ്രദേശിലെ സ്കൂൾ ടീച്ചറായ ശ്യാം സരൺ നേഗിയാണ് ആദ്യത്തെ വോട്ടർ. 17.3 കോടി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. 1949 സ്ഥാനാർത്ഥികൾ ഒന്നാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 489 ലോക്സഭാ സീറ്റുകളിലേക്കായിരുന്നു മത്സരമുണ്ടായത്. ഇത് കഴിഞ്ഞിട്ട് 1952 ഏപ്രിൽ മാസം GV മാവ്ലങ്കർ ആദ്യത്തെ ലോക്സഭാ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ആദ്യത്തെ ലോക്സഭ നിലവിൽ വന്നു. അപ്പോൾ 51-52 കാലഘട്ടത്തിലാണ് ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1953 എയർ ഇന്ത്യ ദേശസാൽക്കരിച്ചത്. JRD ടാറ്റയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ടാറ്റ എയർലൈൻസ് ആണ് 1946 എയർ ഇന്ത്യ ആയത്. കേന്ദ്ര സർക്കാർ ടാറ്റ ഗ്രൂപ്പ് സംയുക്ത സംരംഭമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചത്. ഇതാണ് 1953 ദേശസാൽക്കരണം വഴി ഗവൺമെൻറ് ഏറ്റെടുത്തത്. 1954 പഞ്ചശീല ഉടമ്പടി നടന്നത്.
ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൗ എൻ ലായും 1954 ഏപ്രിൽ 29 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക, ആഭ്യന്തര കാര്യങ്ങൾ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, സമാധാനപരമായ സഹവർത്തിത്വവും സാമ്പത്തിക സഹകരണവും ഉറപ്പുവരുത്തുക എന്നിവയാണ് പഞ്ചശീല ഉടമ്പടിയിലൂടെ ഉറപ്പാക്കുന്നത്. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. മുംബൈയാണ് ആസ്ഥാനം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പത്തെ പേര് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ദേശസാൽക്കരണം നടന്നത് 1955 ജൂലൈ 1 1956 ആദ്യത്തെ ആണവ റിയാക്ടർ സ്ഥാപിതമായി. 1956 ഓഗസ്റ്റ് 4 ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സര മുംബൈയിൽ സ്ഥാപിച്ചത്. 1961 ഗോവ മോചിതമായി. ബ്രിട്ടീഷുകാർ 47 ഇന്ത്യ വിട്ടു പോയിരുന്നെങ്കിലും പോർച്ചുഗീസ് കോളനി ആയിരുന്നു ഗോവ. 1961 സൈനിക നീക്കത്തിലൂടെയായിരുന്നു ഗോവ മോചിപ്പിച്ചത്. പിന്നീട് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. അതിനെ സംസ്ഥാനമാക്കിയത് 1987. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നത്. 1962 ഒക്ടോബർ 20 തുടങ്ങിയ യുദ്ധം നവംബർ 21 ചൈന വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നവരെ നീണ്ടു. ഹിമാലയൻ അതിർത്തി തർക്കമാണ് പ്രധാന കാരണമായി പറയപ്പെടുന്നത്. ഇന്ത്യ ദലൈലാമയ്ക്ക് അഭയം നൽകിയതും ഒരു കാരണമായി പറയപ്പെടുന്നു. 1963 ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത്. 1963 നവംബർ 21 തിരുവനന്തപുരത്ത് തുമ്പയിൽ നിന്നാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത്. അമേരിക്കൻ നിർമ്മിത റോക്കറ്റായ നൈക്ക് അപ്പാച്ചയാണ് വിക്ഷേപിച്ചത്. ഹരിത വിപ്ലവം നടന്നു 1966. കാർഷിക രംഗത്ത് പ്രത്യേകിച്ച് ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വലിയ വർധനവ് ഉണ്ടായതിനെ തുടർന്നാണ് ഹരിത വിപ്ലവം നടന്നതായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും കാർഷിക യന്ത്രങ്ങളുടെ വൻതോതിലുള്ള ഉപയോഗവും ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകളാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു 1969. 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ദേശസാൽക്കരണം നടന്നത്. 14 ബാങ്കുകളാണ് അന്ന് ദേശസാൽക്കരിച്ചത്. അന്ന് ദേശസാൽക്കരിച്ച ബാങ്കുകൾ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ദേന ബാങ്ക്, അലഹബാദ് ബാങ്ക്, യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയായിരുന്നു 14 ബാങ്കുകൾ. ISRO നിലവിൽ വന്നു 1969. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO നിലവിൽ വന്നത്. വിക്രം സാരാഭായി ആണ് ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് കരുത്തു പകരുകയായിരുന്നു ISRO നിലവിൽ വരാനുണ്ടായ ഉദ്ദേശം. 1970 ധവള വിപ്ലവം നടന്നത്. പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും വൻതോതിലുള്ള വർധനവിനെയാണ് ധവള വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്ന ധവള വിപ്ലവം സാധ്യമായത്. ഇപ്പോൾ ധവള വിപ്ലവത്തെ അറിയപ്പെടുന്ന ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിലാണ്. ഡോക്ടർ വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ്. 1971 ബംഗ്ലാദേശ് മോചിതമായി. കിഴക്കൻ പാകിസ്ഥാൻ്റെ മോചനത്തിനായി അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശ് വിമോചന പോരാട്ടം ആരംഭിച്ചത്. വ്യോമത്താവളങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യയും ഔദ്യോഗികമായി യുദ്ധത്തിൻ്റെ ഭാഗമായി. 1971 ഡിസംബർ 16 പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ കീഴടങ്ങലോടുകൂടി യുദ്ധം അവസാനിച്ചു. അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം പിറന്നത്. 1973 ചിപ്കോ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ഉത്തരാഖണ്ഡിലെ വനനശീകരണത്തിനെതിരെ നടന്ന പ്രതിഷേധ പരിപാടികളാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്നത്. ഇന്ത്യയിലെയും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകിയ പോരാട്ടമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം.
1974 ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 1974 മെയ് 18 ആണവ പരീക്ഷണം നടത്തിയത്. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ പൊഖ്രാനിൽ വെച്ചാണ് ആദ്യത്തെ ആണവ പരീക്ഷണം ഉണ്ടായത്. ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നതായിരുന്നു ഇതിൻ്റെ രഹസ്യനാമം. 1975 ആദ്യത്തെ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. വോൾവോഗ്രാഡ് ലോഞ്ച് സ്റ്റേഷനിൽ നിന്ന് റഷ്യയുടെ സഹായത്തോടു കൂടിയായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് അടിയന്തരാവസ്ഥ. 1975 പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥ നടന്നത്. പലതരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ അതിന് മുമ്പും സംസ്ഥാനത്തിലുമൊക്കെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഇതാണ് പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥ 75 നടന്നത്. രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ്, അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഉപദേശപ്രകാരമാണ് ആർട്ടിക്കിൾ 352 പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആ ദിവസമൊക്കെ വളരെ പ്രധാനമുണ്ട്. ആർട്ടിക്കിൾ ഉണ്ട് 352 അനുച്ഛേദം. 1975 ജൂൺ 25 മുതൽ 77 മാർച്ച് 21 വരെ ആയിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം. 1976 42ാം ഭരണഘടനാ ഭേദഗതി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിൾ എന്ന് പറയും. അതിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തി 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഇതൊക്കെ വരാറുണ്ട്. ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി എത്രാമത്തെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? അത് 42ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി പ്രകാരം ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷമാക്കി ഉയർത്തി. അതും ഒരു ചോദ്യമാണ്. രാജ്യത്ത് എവിടെയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകിയ ഭേദഗതിയും ഇതുതന്നെയാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞതും ഈ ഭേദഗതി പ്രകാരമാണ്. 1977 ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. 1977 തിരഞ്ഞെടുപ്പിൽ മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1977 മാർച്ച് 24 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 1978 ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ദുർഗ ജനിച്ചു. 1978 ഒക്ടോബർ 3 മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ചായിരുന്നു ജനനം. അവരുടെ പേരാണ് കനുപ്രിയ അഗർവാൾ. ദുർഗ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നെങ്കിലും കനുപ്രിയ അഗർവാൾ എന്നാണ് യഥാർത്ഥമായിട്ടുള്ള പേര്. 1979 മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചു. രാജ്യത്തെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കാവസ്ഥയിലുള്ളവരെ കണ്ടെത്തുന്നതിനാണ് BP മണ്ഡൽ ചെയർമാനായിട്ടുള്ള മണ്ഡൽ കമ്മീഷനെ മൊറാർജി ദേശായി സർക്കാർ നിയോഗിച്ചത്. നമുക്ക് കൂടുതൽ വിശദമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.